നമസ്കാരം. ബില്യൺ എർത്ത് മൈഗ്രേഷൻ സ്ഥാപനത്തിന്റെ മറവിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കേസിൽ കൂടുതൽ പേർ പങ്കാളിയായിട്ടുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസിലെ പ്രതിയായ അർച്ചന തങ്കച്ചൻ പോലീസിന്റെ പിടിയിലായിരുന്നു. മുഖ്യപ്രതി ജിത്തു ആന്റണി ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കവെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇത്തരം കേസുകളിലെ വീഴ്ചകളാണ് കേരളത്തിൽ ഉദ്യോഗ തട്ടിപ്പുകൾ കൂടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ബില്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ പണം തട്ടിയ കേസിൽ അർച്ചന മുൻപും പോലീസിന്റെ പിടിയിലായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിലാണ് എളമക്കര പോലീസ് അന്ന് അന്വേഷണം നടത്തിയിരുന്നത്. ക്രൈം നമ്പർ 343/2024 കേസിൽ 5 പ്രതികൾ ഉണ്ടായിരുന്നു. ഇവർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. എന്നാൽ അതിനുശേഷം വന്ന തട്ടിപ്പ് പരാതികളിൽ 2 പേരിലേക്ക് അന്വേഷണം ഒതുങ്ങി. പിന്നീടുള്ള കേസുകളിൽ ഒരാളെ മാത്രമാണ് പോലീസിന് പിടികൂടാനായത്. ജിത്തു ആന്റണി, അർച്ചന തങ്കച്ചൻ, ലിബിൻ വർഗീസ്, അരുണിമ അപ്പു, ആഷിഖ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവർക്കെല്ലാം ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. പിന്നീട് വന്ന കേസുകളിൽ അർച്ചന തങ്കച്ചൻ മാത്രമായിരുന്നു അറസ്റ്റിലായത്. 2 മാസങ്ങൾക്ക് ശേഷം സമാനമായ തട്ടിപ്പിൽ അർച്ചന പിടിയിലാകുമ്പോഴും ജിത്തു ആന്റണി വിദഗ്ധമായി മുങ്ങി. നിരവധി ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പ്രതികൾ കബളിപ്പിച്ചിരുന്നു. ബില്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന കമ്പനിയുടെ രേഖകൾ പ്രകാരം 2 ഡയറക്ടർമാർ മാത്രമാണുള്ളത്. ഇതിൽ ജിത്തു MD ആണ്, അർച്ചന ഡയറക്ടറും. അതുകൊണ്ടാണ് അർച്ചനെ പിടികൂടിയത്. എന്നാൽ ജിത്തുവിനെ പിടികൂടാൻ പോലീസ് ഒന്നും ചെയ്യുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് പരാതിക്കാരൻ ബില്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത്. ദുബായിലും ഇടപ്പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. 2023 മെയ് മാസത്തിൽ ദുബായിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ സുഹൃത്ത് മുഖേനയും പ്രതികൾ നൽകിയ അക്കൗണ്ടിലേക്ക് 2,80,000 രൂപ അയച്ചു. കൂടാതെ ഇടപ്പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നേരിട്ട് 10 ലക്ഷം രൂപയും പരാതിക്കാരൻ നൽകിയിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കി ടൂറിസ്റ്റ് വിസയിലും നിരവധി പേരെ ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് വിടാൻ ശ്രമം നടന്നെങ്കിലും VFSൽ നിന്നും ഈ വിസകൾ നിരസിച്ചതായും തട്ടിപ്പിനിരയായവർ പറയുന്നു. പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ പ്രതികളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ബുധനാഴ്ചയാണ് അർച്ചന തങ്കച്ചൻ അറസ്റ്റിലായത്. പ്രതി വയനാട് വെള്ളമുണ്ടയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ, SI സുജിത്, CPമാരായ രാംജിത്ത്, സുനിത്ര, ശ്രുതി എന്നിവർ ചേർന്ന അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതി പല ആളുകളിൽ നിന്നും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടെന്നും സമാന കുറ്റകൃത്യം നടത്തിയതിന് പ്രതിയുടെ പേരിൽ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ 2 കേസും വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ 1 കേസും നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജിത്തു ആന്റണിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജിത്തു ഗൾഫിലേക്ക് മുങ്ങിയെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. കോഴിക്കോട് കല്ലായി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പന്നിയങ്കര പോലീസ് അർച്ചനയെ അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിൽ നിരവധി പേർ പങ്കാളികളായിട്ടുണ്ടെന്നും പരാതിക്കാർ പറയുന്നു. വിവിധ ജില്ലകളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ സ്ഥാപനത്തിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ആലപ്പുഴ മുട്ടാർ സ്വദേശിയാണ് ജിത്തു. ഇയാളെ പിടികൂടാൻ ഇന്റർപോൾ സഹായം അനിവാര്യതയാണ്. ഇയാൾ പിടിയിലായാൽ കേസിലെ മറ്റു വിവരങ്ങളും പുറത്തുവരും. ഇളമക്കര പോലീസിൽ പ്രതികൾക്കെതിരെ 4ഓളം കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.